ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മുടെ ചാപ്റ്റർ പാത്ത് ട്രാവേഴ്സ് ബൈ ലൈഫ് ആണ്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ള രണ്ട് തിയറീസ്, പാൻസ്പെർമിയ തിയറി, തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. ഈ രണ്ട് തിയറികളാണ് ഭൂമിയിൽ എങ്ങനെ ജീവൻ ഉണ്ടായി എന്ന ആദ്യകാലങ്ങളിൽ നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ പാൻസ്പെർമിയ തിയറിയിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജീവൻ എന്നുള്ളത് വേറെ ഏതോ പ്ലാനറ്റിൽ ഉണ്ടായിട്ട് അത് യാദൃശ്ചികമായിട്ട് ഭൂമിയിൽ എത്തിച്ചേർന്നതാണെന്നാണ് പാൻസ്പെർമിയ തിയറിയിൽ പറയുന്നത്. അപ്പോൾ സ്പേസിൽ നിന്നുള്ള മെറ്റീരിയൽസിലെല്ലാം ഓർഗാനിക് സബ്സ്റ്റൻസുകൾ അംശം കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാൻസ്പെർമിയ തിയറിനെ പല സയന്റിസ്റ്റുകളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ കണ്ട് അതിന്റെ പിന്നിലുള്ള സയന്റിസ്റ്റുകൾ ഒപ്പാരനും ഹാൽഡേനും ആണ്. അപ്പൊ ഇവര് എന്താ പറയണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഭൂമി ഉണ്ടായ കാലഘട്ടങ്ങളിൽ ആ ഭൂമിയിൽ ഉണ്ടായിരുന്ന വെള്ളത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടായി വന്നതെന്നാണ് നമ്മുടെ കെമിക്കൽ എവല്യൂഷനകത്ത് പറയുന്നത്. അപ്പൊ ഈ തിയറി ഒട്ടുമിക്ക ശാസ്ത്രജ്ഞന്മാരെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. കാരണം എക്സ്പെരിമെന്റലി അത് ഓൾമോസ്റ്റ് പ്രൂവ് ചെയ്യാൻ പറ്റിയൊരു കാര്യമായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഒരു പ്രിമിറ്റീവ് സെല്ല് ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു ഔട്ട്ലൈൻ പറയാം. അതായത് ഈ പറഞ്ഞിട്ടുള്ളതിന്റെ ഒരു ഔട്ട്ലൈനാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ ഭൂമി ഉണ്ടായപ്പോൾ ഭൂമി ഭയങ്കര ചുട്ടുപഴുത്ത ഒരു തീഗോളമായിട്ടുള്ള ഒരു സാധനമായിരുന്നു. അപ്പൊ ഭൂമിയുടെ ചുറ്റും ഉണ്ടായിരുന്ന ഒരു ഗ്യാഷ്യസ് അറ്റ്മോസ്ഫിയർ ആണ്. ധാരാളം ഗ്യാസുകൾ ഉണ്ടായിരുന്നു. ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ് അങ്ങനെ ഒരുപാട് ഗ്യാസുകൾ ഉണ്ടായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എർത്ത് കൂളായപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഉണ്ടായിരുന്ന വാട്ടർ വേപ്പർ എല്ലാം കണ്ടൻസ് ചെയ്ത് മഴമേഘങ്ങളായി. അത് നിർത്താതെ ഒരുപാട് വർഷം മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓഷനുകൾ ഫോം ചെയ്തു. ആ ഓഷനകത്ത് വെച്ചിട്ട് നേരത്തെ ഉണ്ടായിരുന്ന കെമിക്കൽസ് എല്ലാം ഫോം ചെയ്ത് ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടായി. സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടായി. അതിനുശേഷം കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടായി. അതിനുശേഷം ജനറ്റിക് മെറ്റീരിയൽസ് ഉണ്ടായി. അതിനുശേഷം ലിപ്പിഡ് ലെയർ ഉണ്ടായി. അതിൽ നിന്നൊരു പ്രിമിറ്റീവ് സെല്ല് ഉണ്ടായി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കെമിക്കൽ എവല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു യൂറി മില്ലർ എക്സ്പെരിമെന്റ് എന്നുള്ളത്. അപ്പോൾ യൂറി മില്ലറും എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമി ഉണ്ടായ കാലഘട്ടത്തിനെ ഒരു ലബോറട്ടറിയിൽ അവർ ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അവർ ഉണ്ടാക്കിയെടുത്തു. അതിന് വേണ്ടി അവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫ്ലാസ്ക് എടുത്തു. ഒരു ഫ്ലാസ്ക് എടുത്തു. ഫ്ലാസ്കിനകത്ത് ധാരാളം ഗ്യാസുകളെല്ലാം അവർ ഫില്ല് ചെയ്തു. പലതരം ഗ്യാസുകൾ ഫില്ല് ചെയ്തു. ഇവിടെ വാട്ടർ ഉണ്ട്. വാട്ടർ ഹീറ്റ് ചെയ്തു. വാട്ടർ ഹീറ്റ് ചെയ്യുമ്പോൾ നീരാവിയായിട്ട് അത് ഇതിനകത്ത് ഫുൾ വന്ന് നിൽക്കുന്നുണ്ട്. അതായത് രണ്ട് ഇലക്ട്രോഡുകളുണ്ട്. ആ ഇലക്ട്രോഡിൽ ഇലക്ട്രിസിറ്റി, ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചറും ഇവിടെ ഇൻക്രീസ് ആയി. ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി. അപ്പോൾ ഇവിടെ ഒരു കണ്ടൻസർ എന്ന് പറയുന്ന സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എന്താവും? ഗ്യാസ് ഫുൾ എന്തായി മാറും? നമുക്ക് വെള്ളത്തിന്റെ രൂപത്തിൽ ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടിയത് ഫുൾ എന്തായിരുന്നു? അമിനോ ആസിഡുകളുടെ രൂപത്തിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്താണ് തിയറി ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് ഇത് പ്രപ്പോസ് ചെയ്ത ആള് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്നുള്ള ഫ്രഞ്ച് സയന്റിസ്റ്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലങ്ങളിൽ ജിറാഫിനെല്ലാം ചെറിയ കഴുത്തായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ അവരുടെ കഴുത്തുകളെല്ലാം വെട്ടി വലിച്ച് വലിയ വലിയ മരങ്ങളിൽ ഉള്ള ഇല തിന്നാൻ തുടങ്ങി. അങ്ങനെ അവരുടെ കഴുത്ത് നീണ്ടു വന്നു. അപ്പോൾ ജീവിത കാലയളവിൽ ജീവിച്ചു പോകാൻ വേണ്ടി അവർക്കുണ്ടാവുന്ന മാറ്റത്തിനെയാണ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്യാരക്ടേഴ്സ് ഡെവലപ്ഡ് ഡ്യൂറിങ് ലൈഫ് ടൈം ഓഫ് ഓർഗാനിസം ഈസ് കോൾഡ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലാമാർക്ക് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പുതിയ തരം സ്പീഷീസ് അനിമൽ ഉണ്ടാവും എന്ന് ലാമാർക്ക് പറഞ്ഞു. അപ്പൊ ഇത് തെറ്റാണെന്ന് വേറെ കുറെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ഡാർവിന്റെ തിയറി കയറി വരുന്നത്. അപ്പോൾ ഡാർവിൻ എന്ന് പറഞ്ഞാൽ ആളുടെ ഫുൾ നെയിം ചാൾസ് റോബർട്ട് ഡാർവിൻ ആണ്. അപ്പോൾ ആള് കുറെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് കുറെ ഡാറ്റ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ആള് ഈ തിയറിയായി വന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഗാലപ്പഗോസ് ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡിലേക്ക് പോയിടയായി. അവിടെയുള്ള ഓർഗാനിസങ്ങളെ കുറിച്ച് പഠിച്ചിട്ടാണ് പുള്ളിക്കാരന്റെ തിയറി പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരൻ എന്താ പറയുന്നുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നത് നാച്ചുറൽ സെലക്ഷൻ എന്നുള്ളൊരു പ്രോസസ്സ് വഴിയാണ് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നത്. അപ്പൊ ഈ തിയറി ഒട്ടുമിക്ക ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന പല തിയറികളും പൊളിച്ചെഴുതിയ ഒരു തിയറിയാണ് നമ്മുടെ ഡാർവിൻ എന്ന സയന്റിസ്റ്റിന്റെ തിയറി.
അപ്പോൾ പുള്ളിക്കാരൻ ഗാലപ്പഗോസ് ഐലൻഡിൽ പോയിട്ട് ഫിഞ്ചസ് എന്ന ഒരു ഇനം പക്ഷി ഉണ്ടായിരുന്നു. അവരുടെ കൊക്കുകളെ ബേസ് ചെയ്തിട്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ഒബ്സർവേഷൻസ്. പുള്ളി ആദ്യം ചെന്ന് നോക്കിയപ്പോൾ എല്ലാ പക്ഷികളും ഒരേമാതിരിയായിട്ടാണ് പുള്ളിക്ക് തോന്നിയത്. പിന്നീട് ഓരോ പക്ഷികളെയും സസൂക്ഷ്മം നോക്കിയപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായ ഓരോ പക്ഷികളുടെയും കൊക്ക് കാണാൻ ഒരേമാതിരി ഉണ്ടെങ്കിലും ഓരോന്നിൻ്റെയും കൊക്കുകൾ വ്യത്യാസമുണ്ട്. ഇൻസെക്റ്റിനെ തിന്നുന്ന ഫിഞ്ചസിന് ചെറിയ കൊക്കാണ്. അതേമാതിരി കാക്ടസ് കള്ളിമുള്ളി ചെടി തിന്നുന്ന ഫിഞ്ചസിന് നീണ്ട ഷാർപ്പായിട്ടുള്ള കൊക്കുകളാണുള്ളത്. വേംസിനെ തിന്നുന്ന വുഡ് പെക്കർ ഫിഞ്ചസിന് നല്ല ഷാർപ്പായിട്ടുള്ള ബീക്കാണുള്ളത്. കാരണം ഷാർപ്പായിട്ടുള്ള ബീക്ക് ഉണ്ടെങ്കിൽ മരം കുത്തി ഓട്ടേക്കാൻ പറ്റുള്ളൂ. അതേമാതിരി ഗ്രൗണ്ട് ഫിഞ്ചസ് എന്ന് പറഞ്ഞാൽ അവർ നിലത്ത് കിടക്കുന്നവരെ ചെറിയ പഴങ്ങളും വിത്തുകളൊക്കെ നടക്കുന്ന ആൾക്കാർക്ക് വലിയ കൊക്കുകളാണ് ഉണ്ടായിരുന്നത്. ഇതൊന്നും പോരാത്തതിന് അക്കാലത്തൊരു തോമസ് റോബർട്ട് മാൽത്തസ് എന്നൊരു എക്കണോമിസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ പോപ്പുലേഷനനുസരിച്ചുള്ള ഭക്ഷണത്തിന്റെ പ്രൊഡക്ഷൻ അല്ല അവിടെ നടക്കുന്നതെന്ന് പറയും. അപ്പൊ നമ്മുടെ ഡാർവിന് ഒരു ഐഡിയ ക്ലിക്ക്, അല്ലെങ്കിൽ ഡാർവിന് ഒരു കാര്യം ആ നേരത്ത് തോന്നി. കാരണം വേണ്ടത്ര ഭക്ഷണം ഇല്ലാതെ കഴിഞ്ഞാൽ പുതിയ പുതിയ അസുഖങ്ങളും അതേമാതിരി ദാരിദ്ര്യം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരും. അതായത് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിലനിന്ന് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം അതേമാതിരി തന്നെ നമ്മുടെ ഫിഞ്ചസിന്റെ കാര്യം എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഡാർവിന്റെ തിയറി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അടുത്തൊരു ടോപ്പിക്കാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നുള്ളത്. അപ്പോൾ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ജീവികൾ ഉണ്ടായിരുന്നു. ആ ജീവികൾ ഒരുപാട് പെട്ടെന്ന് പെറ്റി വരികയും ഓക്കെ അങ്ങനെ പെരുകി കഴിഞ്ഞ് എന്ത് സംഭവിക്കും, അവർക്ക് വേണ്ടത്ര വെള്ളം കിട്ടാതെയാവും, ഭക്ഷണം കിട്ടാതെയാവും, താമസിക്കാനുള്ള സ്ഥലം കിട്ടാതെയാവും, പ്രൊട്ടക്ഷൻ കിട്ടാതെയാവും. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ സിറ്റുവേഷൻ തരണം ചെയ്യാൻ പറ്റാത്ത ജീവികളെല്ലാം ചത്തുപോകും. തരണം ചെയ്യാൻ പറ്റുന്നത് അവിടെ പിടിച്ചു നിൽക്കും. അപ്പൊ അവരെയാണ് നേച്ചർ സെലക്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ നേച്ചർ സെലക്ട് ചെയ്തെടുക്കുന്ന ആൾക്കാർ അവിടെ സർവൈവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ വേരിയേഷൻ വന്നിട്ടുള്ളത് വേരിയേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത തലമുറയിലേക്ക് അത് കൈമാറി കൊടുക്കും. അങ്ങനെ അടുത്ത ജനറേഷനുകളിലേക്ക് കൈമാറിപ്പോയി അത് പുതിയൊരു സ്പീഷീസായി മാറും. നിയോ ഡാർവിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർവിന്റെ കാലഘട്ടത്തിൽ ജെനറ്റിക്സിനെ പറ്റിയിട്ട് ക്രോമസോമിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് വേരിയേഷനുകളെ പറ്റിയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ കുറെ കാലം കഴിഞ്ഞപ്പോൾ എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത് മ്യൂട്ടേഷൻ കാരണമാണ് വേരിയേഷൻ ഉണ്ടാവുന്നത്, അതുകൊണ്ടാണ് പുതിയ ജീവജാലങ്ങൾ ഉണ്ടാവുന്നത് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ജെനറ്റിക്സും സൈറ്റോളജിയും ജിയോളജിയും പാലന്റിയോളജിയും ഒക്കെ അതും ഡാർവിൻ തിയറിയും ഒക്കെ കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു തിയറിയാണ് നിയോ ഡാർവിനിസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലാമാർക്ക് പറഞ്ഞു ഭക്ഷണം കിട്ടാണ്ടായപ്പോൾ ജിറാഫിന്റെ കഴുത്ത് നീണ്ടു വന്നു എന്ന് പറഞ്ഞു. ഡാർവിൻ എന്ത് പറഞ്ഞു? നീണ്ട കഴുത്തുള്ള ഒരു ആൾക്കാരുണ്ടായിരുന്നു, നീണ്ട കഴുത്തില്ലാത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ നീണ്ട കഴുത്തുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റി, അവര് അത് കാരണം ജീവിച്ചു, ഇല്ലാതൊക്കെ അവിടെ ചത്തു വീണു എന്നാണ് നമ്മൾ ഡാർവിൻ ഉദ്ദേശിച്ചത്. അപ്പൊ മ്യൂട്ടേഷൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ആയിട്ട് ജീനുകളിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ, ജീനിൽ ചേഞ്ച് വന്നാൽ അതിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോഴാണ് പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് മ്യൂട്ടേഷൻ തിയറി കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ് ഹ്യൂഗോ ഡി വെരേസ് എന്നുള്ള ആള്. അടുത്ത് എവിഡൻസ് ഓഫ് എവല്യൂഷൻ, അതായത് പുതിയ ജീവികൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് തെളിവുകൾ എന്തൊക്കെയാണെന്നാണ്. ഒരുപാട് തെളിവുകൾ ഉണ്ട്. പാലിയന്റോളജി, കമ്പാരിറ്റീവ് മോർഫോളജി, ഫിസിയോളജി, മോഡേൺ മോളിക്യുലർ ബയോളജി, അങ്ങനെ ഒരുപാട് തെളിവുകൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഒന്നാമത് ഫോസിലുകൾ, അതായത് ചത്തടിഞ്ഞ് പോയി കഴിഞ്ഞ ജീവികളുടെ നമുക്ക് എല്ലുകളും അവരുടെ ബോഡി പാർട്സ് എല്ലാം വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് എത്ര കാലം മുന്നാണ് അവർ ജീവിച്ചിരുന്നത് എന്നുള്ളതെല്ലാം കുറേയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ കമ്പാരിറ്റീവ് മോർഫോളജിക്കൽ സ്റ്റഡീസ്. കമ്പാരിറ്റീവ് മോർഫോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല പല ജീവികളുടെ ഓരോ ബോഡി പാർട്സിനെ വെച്ച്
കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ചില അവയവങ്ങളൊക്കെ കാണാൻ ഒരുമാതിരി ഉണ്ടായിരിക്കും, പക്ഷെ അവരുടെ ഉപയോഗിക്കുന്നത് വേറെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും. അങ്ങനെയുള്ള അവയവങ്ങളെ നമ്മൾ ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയും. ഇപ്പൊ ഈ പല്ലിക്ക് ഇത് കൈ ഇവിടെ ഉണ്ട്, പല്ലി അപ്പൊ അത് ഉപയോഗിക്കാൻ നടക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇതേ സമയം ഒരു വവ്വാലുണ്ട്, വവ്വാലിന്റെ കൈ വവ്വാൽ എന്തിനാ ഉപയോഗിക്കുന്നത്? പറക്കാനാണ് വവ്വാൽ ഉപയോഗിക്കുന്നത്. ഇതേമാതിരി വേറൊരു ജീവിയുണ്ട്, സീലാണെന്ന് തോന്നുന്നത്. അപ്പൊ വേറൊരു ജീവിയുണ്ട്, അതിന്റെ കൈ എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? വെള്ളത്തിൽ നീന്താനാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാം സ്ട്രക്ചറലി കാണുമ്പോൾ കൈയാണ് എല്ലാത്തിനും ഉള്ളത്, പക്ഷെ ഓരോന്നും ഓരോ രീതിയിലാണ് അവർ ഉപയോഗിക്കുന്നത്. പിന്നെ ബയോ കെമിസ്ട്രിയും ഫിസിയോളജിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് റിലേഷൻഷിപ്പാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. കാരണം നമുക്ക് പല ജീവികളെയും കാണുമ്പോൾ അവരുടെ അപ്പിയറൻസ് എല്ലാം വേറെ വേറെ രീതിയിലായിരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ശ്രദ്ധിച്ച് അവരെ പറ്റി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ, അവരുടെ സെൽ സ്ട്രക്ചർ എല്ലാം ഒരേപോലെയാണ്. സെൽ സ്ട്രക്ചറും ഫിസിയോളജി എല്ലാം ഒരേപോലെയാണ്. അപ്പൊ നമ്മൾ ബാക്ടീരിയയും മനുഷ്യനെയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ എൻസൈംസ് ആണ് കെമിക്കൽ റിയാക്ഷനുകളെ ഫുൾ കൺട്രോൾ ചെയ്യുന്നത്. എനർജി ഫുള്ള് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ATP മോളിക്യൂൾസിന്റെ ഫോമിലാണ്. അതേമാതിരി തന്നെ ജീൻസ് ആണ് അടുത്ത ജനറേഷനിലേക്കുള്ള ഇൻഫർമേഷൻ കൈമാറുന്നത്. ഇതേമാതിരി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഒക്കെയാണ് ഈ രണ്ടെണ്ണത്തിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അടുത്ത ഒരു സെക്ഷനാണ് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ ബീങ് എന്നുള്ളത്. അപ്പോൾ ആന്ത്രോപോഡിയ എന്നുള്ളൊരു സെക്ഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെർക്കോഫിത്തിലോഡിയ എന്നുള്ളതിനും ഒമീഡിയ എന്നുള്ളതും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്താ വരുന്നത്? ചെറിയ തലച്ചോറും അതേമാതിരി വലിയ വാലുള്ള ജീവികളാണ്. അത് മങ്കീസും ബബൂൺസും. ഹൊമിനിഡയ്ക്കകത്ത് എന്താ വരുന്നത്? ഹൊമിനിഡയ്ക്കകത്ത് വരുന്നത് എന്താണ്? ഡെവലപ്ഡ് ബ്രെയിൻ, അത്യാവശ്യം ബ്രെയിൻ വളർച്ചയുണ്ട്, കൈയൊക്കെ ഫ്രീ ആയി മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുരങ്ങുറകത്തിൽ വരുന്ന ഗിബൺ, ഒറങ്ങുട്ടൻ, ഗൊറില്ല, ചിമ്പാൻസി, മാൻ. ഓക്കെ. അടുത്ത നമുക്ക് എയ്ബ്സ് മാതിരിയുള്ള ജീവികളിൽ നിന്നുള്ള മനുഷ്യനുണ്ടായെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോ മനുഷ്യന്മാരുടെ ഏറ്റവും ആദ്യത്തെ രൂപമാണ് ആർഡിപിത്തഗസ് റാമിഡേസ് എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ഫോസിലുകൾ ആഫ്രിക്കയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ക്രേനിയൽ കപ്പാസിറ്റി 325 cm³ ആണ്. പിന്നെ ഓസ്ട്രലോപിത്തഗസ് അഫറൻസ് എന്നുള്ളത് പറഞ്ഞാണ്ട് അവർക്ക് സ്ലെൻഡർ ബോഡിയാണ്, മെലിഞ്ഞ ശരീരമാണ്. വേറെ ഫോസിലുകൾ കിട്ടിയിട്ടുള്ളത് ആഫ്രിക്കയിൽ നിന്നാണ്. ക്രേനിയൽ കപ്പാസിറ്റി 460 cm³ ആണ്. അടുത്ത് ഹോമോ ഹാബിലിസ് എന്നുള്ളതാണ്. അപ്പൊ ഇവര് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് കല്ലുകളിൽ നിന്നും എല്ലുകളിൽ നിന്നുമാണ്. ഇവരുടെ ഫോസിലുകൾ കിട്ടിയിരിക്കുന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. ക്രേനിയൽ കപ്പാസിറ്റി 610 cm³ ആണ്. അതിൽ ഹോമോ ഇറക്ടസ് എന്നുള്ളതുണ്ട്. ഹോമോ ഇറക്ടസിന് വളരെ കട്ടിയുള്ള ചിന്നും വലിയ പല്ലാണ് ഉണ്ടായിരുന്നത്. ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിൽ നിന്നാണ് ഫോസിലുകൾ കിട്ടിയിട്ടുള്ളത്. ക്രേനിയൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1000 cm³ ആണ്. പിന്നെ ഇവർക്ക് നിവർന്നു നിൽക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഹോമോ നിയന്ത്രത്താലിനേസ് എന്നുള്ളൊരു കൂട്ടുണ്ട്. അവര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മോഡേൺ ഉള്ള മനുഷ്യനായിട്ട് കുറച്ച് സാമ്യമുള്ളതാണ്. യൂറോപ്പിൽ നിന്നും ഏഷ്യ എന്നൊക്കെയാണ് അവരുടെ ഫോസിലുകൾ കിട്ടിയിട്ടുള്ളത്. ക്രേനിയൽ കപ്പാസിറ്റി 1430 cm³ ആണ്. പിന്നീട് വരുന്നത് ഹോമോസാപ്പിയൻ, ഇന്നത്തെ മനുഷ്യൻ. അവരുടെ ആദ്യത്തെ ഫോസിലുകൾ കിട്ടിയിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. ക്രേനിയൽ കപ്പാസിറ്റി 1700 cm³. ക്രേനിയൽ കപ്പാസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിരിക്കുന്ന സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിനെയാണ് നമ്മൾ ക്രേനിയൽ കപ്പാസിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത മാസ് എക്സ്റ്റിങ്ഷൻ. അപ്പോൾ ഭൂമി ഉണ്ടായ കാലം തൊട്ട് ഒരുപാട് ജീവികൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരുപാട് ജീവികൾ പല കാലങ്ങളിൽ ഒരു വലിയ ക്വാണ്ടിറ്റിയിൽ ചത്തുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മാസ് എക്സ്റ്റിങ്ഷൻ ഉണ്ടായിട്ടുള്ളത് ഏതാണ്ട് 225 മില്യൺ വർഷം കൊല്ലാണ്. അതായത് 96% സ്പീഷീസും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. ഓക്കെ, അപ്പോൾ നമ്മൾ മനുഷ്യന്മാര് ഇതുവരെ സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും വലിയ മാസ് എക്സ്റ്റിങ്ഷൻ നടന്നിട്ടുള്ളത് 63 മില്യൺ വർഷം മുന്നാണ്. അതായത് മനുഷ്യന്മാര് സ്റ്റഡി ചെയ്തിട്ടുള്ളത്.
ഓക്കെ. അപ്പൊ ഈ കാലഘട്ടത്ത് തന്നെയാണ് അത്ര നമ്മുടെ ഡിനോസറുകളെല്ലാം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുള്ളത്. ഉം. അപ്പോ മെയിനായിട്ട് 5 എക്സ്റ്റിങ്ഷനുകളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ആ 5 എക്സ്റ്റിങ്ഷന് ശേഷം ബയോഡൈവേഴ്സിറ്റി പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് പുതിയ ജീവികളൊക്കെ പെട്ടെന്ന് പെറ്റ് പെരുകിയിട്ടുമുണ്ട്. ഉം. പക്ഷേ നമ്മളെ മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളെ ഇതിനെല്ലാം വിരുദ്ധമാണ്. അതായത് ഒരുപാട് ജീവികള് ഒരുപാട് സ്പീഷീസ് ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ്. അപ്പോ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു 50 വർഷത്തിന്റെ ഉള്ളില് ഇപ്പൊ ഉള്ള സ്പീഷീസിന്റെ കാൽഭാഗം ഇല്ലാതെയാവുന്ന പറയുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല ഇതുവരെ സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതും അതുപോലെ തന്നെ 6th മാസ് എക്സ്റ്റൻഷൻ ആയിരിക്കും എന്ന് പറയുന്നത്. ഇതുവരെ നടന്നിട്ടുള്ള എക്സ്റ്റൻഷനുകളിൽ ഏറ്റവും വലുതും അതേമാതിരി തന്നെ 6ാമത്തെ എക്സ്റ്റൻഷൻ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്.